ഉയർന്ന ശമ്പളമുള്ള ജോലി എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. 3.5 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന GCC രാജ്യമായ ഒമാനിൽ ശമ്പളം കൂടാൻ പോകുന്നു. കുറഞ്ഞ കൂലിയിൽ 60% വർധനവ് വരുത്താനാണ് തീരുമാനം. ഇതു സംബന്ധിച്ച് സുപ്രധാന തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തുവെന്നാണ് റിപ്പോർട്ട്. തൊഴിൽ രംഗത്ത് സമൂലമായ പരിഷ്കാരങ്ങൾ വരുത്താനാണ് ഒമാൻ സർക്കാരിന്റെ നീക്കം. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് 60% വർധനവ് ലഭിക്കുക. പൗരന്മാർ പൊതുമേഖലാ ജോലിക്ക് പുറമെ സ്വകാര്യ മേഖലയും ശ്രദ്ധിക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. അതേസമയം പ്രവാസികളായ തൊഴിലാളികളുടെ എണ്ണം പരിധി വിടാതിരിക്കാനുള്ള നടപടികൾക്കും ഒമാൻ തുടക്കം കുറിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വരുമാനം കുറയാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് തൊഴിൽ രംഗത്ത് പുതിയ പരിഷ്കരണങ്ങൾ ഒമാൻ കൊണ്ടുവരുന്നത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒമാനി പൗരന്മാർക്കാണ് ശമ്പള വർധനവിന്റെ നേട്ടം ലഭിക്കുക. സ്വകാര്യ മേഖലയിലെ കുറഞ്ഞ കൂലിയിൽ 60% വർധനവ് വരുത്താൻ മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞു. കുറഞ്ഞ കൂലി ഇനി മുതൽ 325 റിയാൽ ആയി ഉയരും. അതായത് 73,000 രൂപയിലേറെ വരും. ജൂലൈ 1 മുതലാണ് പുതിയ തീരുമാനം നടപ്പാക്കുക. സ്വകാര്യ മേഖലയിൽ 1,72,000 പേർ ഒമാനിൽ ജോലി ചെയ്യുന്നു എന്നാണ് കണക്കുകൾ. പുതിയ തീരുമാനം 1,22,000 പേർക്ക് നേട്ടമാകും. എന്നാൽ ഈ തീരുമാനത്തിന് മറ്റൊരു തിരിച്ചടിയുടെ വശവുമുണ്ട്. ഒമാനിൽ പുതിയ സ്വകാര്യ സംരംഭം തുടങ്ങുന്നത് ഇനി മുതൽ ചിലവേറിയ കാര്യമാകും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഉയർന്ന ശമ്പളം നൽകി ഒമാൻ പൗരന്മാരെ ജോലിക്ക് വെക്കേണ്ട സാഹചര്യം വരും. വിദേശികളായ ജോലിക്കാരുടെ എണ്ണം 33% നിജപ്പെടുത്താനും ഒമാൻ സർക്കാരിന് പദ്ധതിയുണ്ട്. പൗരന്മാർക്ക് ജോലി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. എന്നാൽ വിദേശ ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് പ്രത്യേക സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. നിലവിൽ 39% വിദേശികളാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത്. എണ്ണ, നിർമ്മാണ മേഖല, സേവന രംഗം തുടങ്ങി വിവിധ മേഖലകളിൽ വിദേശികൾ ഒമാനിൽ ജോലി നോക്കുന്നുണ്ട്. കൂടാതെ അവധിഗ്ധ തൊഴിലാളികളായും ഒട്ടേറെ പേരുണ്ട്. തദ്ദേശീയരായ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾ. സ്വദേശികൾക്ക് ജോലി ഉറപ്പാക്കാൻ സർക്കാർ നേരത്തെയും പ്രത്യേക പദ്ധതികൾ നടപ്പാക്കിയിരുന്നു. 2022 50,000 പേർക്ക് ജോലി നൽകാൻ സർക്കാരിന് സാധിച്ചുവെന്നും ഈ വർഷം 56,000 പേർക്ക് തൊഴിൽ നൽകുകയാണ് ലക്ഷ്യമെന്നും ധനമന്ത്രി ദർവിഷ് ഇസ്മായിൽ അൽ ബലൂഷി പറയുന്നുണ്ട്. അതേസമയം GCC രാജ്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ നയം സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് ഒമാൻ. എല്ലാ രാജ്യങ്ങളുമായും വലിയ അകലമോ അടുപ്പമോ ഒമാനില്ല. അറബ് ലോകത്ത് ഭിന്നതയുള്ള വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഒമാന്റെ പതിവ്. GCC രാജ്യങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടായപ്പോഴും യോജിപ്പിന്റെ സ്വരമായിരുന്നു ഒമാന്. എല്ലാ രാജ്യങ്ങളുമായും തുല്യമായ അടുപ്പം നിലനിർത്തുന്ന ഒരു രാജ്യം കൂടിയാണിത്. പശ്ചിമേഷ്യയിലെ മിക്ക ശക്തികളുമായും ബന്ധം കാത്തുസൂക്ഷിക്കുന്ന മറ്റൊരു പ്രധാന GCC രാജ്യമാണ് ഖത്തർ. സമാധാന ശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ ഖത്തറിനെ സഹായിക്കുന്നതും ഈ നയമാണ്. എന്നാൽ യമനിലെ ഹൂത്തികളുമായി സൗദി പ്രശ്നമുണ്ടായപ്പോൾ സമാധാന ശ്രമവുമായി ഇറങ്ങിയത് ഒമാനായിരുന്നു. ഖത്തറിനെതിരെ 2017 സൗദി അറേബ്യയും UAEയും ബഹ്റൈനും ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ തുല്യമായ അകലം പാലിക്കുകയായിരുന്നു ഒമാൻ. ഐക്യമാണ് വേണ്ടതെന്ന് ഇരുവിഭാഗത്തെയും ഒമാൻ ഓർമ്മിപ്പിച്ചു. സിറിയ, ഇറാഖ്, യമൻ വിഷയങ്ങളിലെല്ലാം അറബ് ലോകം ചേരിതിരിഞ്ഞപ്പോഴും ഒമാൻ വിവാദത്തിന് നിന്നില്ല. ഒമാന്റെ വ്യാപാര കണക്കുകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും.